ഇന്ന് നമ്മൾ സീക്വൻസ് വെച്ചുള്ള ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഞാനൊരു കോർണറിൽ നിന്നാണ് ചെയ്യുന്നത്. ഫില്ലിംഗ് നമുക്ക് രണ്ട് ടൈപ്പിൽ ചെയ്യാം. ഇത് ഔട്ട്ലൈനിൽ നിന്ന് ഉള്ളോട്ട് ഫില്ല് ചെയ്ത് പോകുന്ന രീതിയാണ്. നമ്മൾ ഓരോ സീക്വൻസ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഓരോ സീക്വൻസിലും ചെയിനിട്ട് ലൈന് ആദ്യം ഔട്ട്ലൈൻ ഒന്ന് ചെയ്ത് വരാം. അതിൻ്റെ ശേഷം നമ്മൾ ആദ്യത്തെ ഇതിലേക്ക് കയറ്റി ചെയിനിട്ട് കൊടുക്കണം. അങ്ങനെ എത്രത്തോളം വലിപ്പമുണ്ടോ അത്രയും റൗണ്ട് നമ്മൾ ഉള്ളോട്ട് ഫില്ല് ചെയ്ത് പോകണം. കോർണർ വരെ നമ്മൾ ചെയിൻ ഇടണം. കുറച്ചൊന്ന് നീട്ടിയിട്ടേക്കാം കേട്ടോ ചെയിനൊക്കെ എടുക്കുമ്പോൾ, എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. കോർണറിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ അടുത്ത ഡയറക്ഷനിലോട്ട് പോരുവാണ്. കോർണറിൽ കറക്റ്റ് നമ്മൾ ചെയിൻ, അതായത് സീക്വൻസിൻ്റെ ഹോള് വരണം. എന്നിട്ടാണ് നമ്മൾ അടുത്ത ഡയറക്ഷനിലോട്ട് പോകേണ്ടത് കേട്ടോ. ഇവിടെ ഒരു ചെയിനും കൂടെ ഇടാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ ഇട്ടിട്ട് ആ സീക്വൻസിൽ നിന്ന് നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ഡയറക്ഷനിലോട്ട് തിരിയാം. അതാ നമ്മൾ ആ സീക്വൻസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്, ആദ്യം തുടങ്ങിയതിൻ്റെ. ഇനി നമ്മളൊരു സീക്വൻസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തൊട്ടടുത്ത് വരെ വരണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നീട്ടിയിട്ട ശേഷം നമ്മൾ ആ സീക്വൻസിനെ പിടിച്ച് ഈ ആദ്യത്തെ സീക്വൻസിൻ്റെ അടിയിലോട്ട് നീക്കി കൊടുക്കണം. കണ്ടോ? അടിയിലോട്ട് നീക്കിയ ശേഷം നമ്മൾ ആദ്യം എടുത്ത ചെയിനിൽ സീക്വൻസിൻ്റെ ഹോളിൽ ഒരു ചെയിനും കൂടെ കൊടുക്കാം. ഓക്കെ. എന്നിട്ട് വലിച്ച് നമ്മൾ ഈ ബോർഡറിലേക്ക്, അതായത് ഉള്ളിലുള്ള സീക്വൻസ് നിൽക്കുന്ന ആ ബോർഡറിലേക്ക് ചെയിൻ എടുത്ത് കൊടുക്കാം. ആ ഒരു പോയിൻ്റ് മാത്രം കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. ബാക്കി അങ്ങനെ ചെയ്തു പോകാനേ ഉള്ളൂ.
നമ്മളെങ്ങനെയാണോ ലൈൻ ചെയ്യാൻ പഠിച്ചത് അതുപോലെ ചെയ്തു പോകാനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഫില്ല് ചെയ്യാണ് വേണ്ടത് കേട്ടോ. എത്രത്തോളം വലിപ്പമുണ്ടോ അത്രയും റൗണ്ട്സ് ചെയ്യണം. ഇവിടെയും കോർണർ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. കോർണറിൽ ഒരു സീക്വൻസിനെ നിർത്തിയിട്ട്, അതായത് കറക്റ്റ് കോർണർ പോയിന്റിൽ ഒരു സീക്വൻസിനെ നിർത്തിയിട്ട് വേണം നമ്മൾ പുറത്തോട്ട് പോകാനായിട്ട്. നമ്മൾ ഏത് കളറ് നൂലെടുത്താലും ഈ ഒരു ടൈപ്പിൽ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അത്രയും അങ്ങ് കാണത്തില്ല. എന്നാലും നമ്മൾ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ സീക്വൻസിൻ്റെ കളറ് അല്ലെങ്കിൽ ക്ലോത്തിൻ്റെ കളറ് നൂലെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇവിടെ ഒരു ചെയിനും കൂടെ ഇട്ടിട്ട് ഇപ്പുറത്തേക്ക് പോകുന്നതാണ് നല്ലത്. ഇനി അതിൽ സീക്വൻസ് ഇട്ട് കൊടുക്കാം, പുറത്തേക്ക് പോവാം. ഇനി നമ്മൾ രണ്ടാമതെടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിടത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സീക്വൻസിനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം തുടങ്ങിയതല്ലാത്ത ഈ രണ്ടാമത്തെ ലൈന് തുടങ്ങിയ സീക്വൻസില്ലേ അതിൻ്റെ അകത്തോട്ട് ഈ സീക്വൻസിനെ കയറ്റി വെച്ച് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ. ഇതാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന സീക്വൻസ്. അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, പ്രോപ്പറായിട്ട് നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചെയിൻ ഒന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത ശേഷം കറക്റ്റായിട്ട് വെച്ച് കൊടുത്താലും മതി. നൂല് സ്പ്ലിറ്റ് ആവേണ്ട നോക്കണേ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഇങ്ങനെ തിരിച്ച് ഇതിൻ്റെ അകത്തോട്ടാക്കി കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ലോക്ക് എടുത്ത് ഇപ്പുറത്തേക്ക് പോവാം. ചെയിൻ എടുക്കാം. നോർമലി ചെയ്ത പോലെ തന്നെ ഇപ്പോൾ കോർണറിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വരാം. ഈ ഒരു സീക്വൻസും കൂടെ ഇട്ടിട്ട് നമുക്കതിൽ നിർത്താവുന്നതാണ് കേട്ടോ. ഈ ഒരു സീക്വൻസിനെയും കൂടെ ഇടുക. ഇതിൻ്റെ അകത്തുനിന്ന്, അതായത് തേർഡ് ലൈൻ നമ്മൾ തുടങ്ങിയതിൻ്റെ അകത്തുനിന്ന് ചെയിൻ എടുക്കുക. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടാക്കുക. കണ്ടോ, അതങ്ങനെ നിൽക്കുമ്പോൾ അതൊരു ഭംഗിയാണ്. സെൻറ്ററിലോട്ട് നമുക്ക് ചെയിൻ എടുക്കാൻ പറ്റും. അവിടെ നമ്മൾ ചെയിൻ എടുത്തിട്ട് ബീഡ്സ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ നമ്മൾ എൻഡ് ലോക്ക് എടുത്ത് വെച്ചാലും മതി.
ഓക്കെ, അങ്ങനെയാണ് സീക്വൻസിൻ്റെ ഫില്ലിംഗ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ.